ഇന്ന് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെറുപയർ ഉപ്പേരിയാണ്. ചെറുപയർ ഇഷ്ടമല്ലാത്തൊരു ഈ വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അതേ റെസിപ്പിയിൽ തന്നെ നമുക്കത് കറി ആക്കിയിട്ട് എടുക്കാം. കുറച്ച് തിക്ക് ഗ്രേവി ടൈപ്പ് ആക്കിയിട്ടും എടുക്കാൻ പറ്റും. ചെറുപയർ ആദ്യം ഞാൻ ചെയ്യുന്ന കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ. അതാണ് ഇവിടുത്തെ ഒരു വേവിൻ്റെ കണക്ക്. നമുക്ക് പലർക്കും പല ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് നന്നായിട്ട് വെന്തുടയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 3-4 വിസിലടുപ്പിച്ചാലും കുഴപ്പമില്ല. ഒരു സിമ്മിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാറ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് വറവ് ഇടുക. അതാണ് മെയിൻ. വറവ് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ അധികം യൂസ് ചെയ്യാതെ. ടേസ്റ്റ് പ്രത്യേകം നല്ല രസമാണ്. എന്നിട്ട് അതിൽ നമ്മൾ ഒരു കുറച്ച് കടുക് ഇടുക. കുറച്ച് കടുക് ഇട്ടതിന് ശേഷം അതിൽ ഒരു 3-4 വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. അത് ചേർക്കുക. കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കാറ്. സവാള ചേർക്കാം, പക്ഷേ ചെറിയുള്ളിക്ക് വേറൊരു ടേസ്റ്റാണ്. ചെറിയുള്ളിയും അത്യാവശ്യം നല്ലോണം ഒരു 7-8 ഗാർലിക്ക് ഞാൻ ചേർക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസിന് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഗാർലിക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചേർക്കും. ചെറിയുള്ളിയും കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇടുക. അപ്പോൾ എനിക്കിഷ്ടം നല്ലോണം വേവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വെന്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് വേവിച്ച് ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. ഞാൻ കുക്കറിലാക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ചിട്ടിരുന്നു. ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് അപ്പോൾ ആ സമയത്ത് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ തേങ്ങയാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്രോസൺ തേങ്ങ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് റെഡി ആക്കിയിട്ട് വേണം അതിലിടാൻ. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രോസൺ തേങ്ങ ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവാൻ ഒന്നുകൂടെ വയ്ക്കുക. അപ്പോൾ വരുന്ന മണം ഉണ്ടല്ലോ, സൂപ്പറായിരിക്കും കേട്ടോ. ആ മണത്തിൽ തന്നെ നല്ല ഒരു നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവിയോടെ വേണമെങ്കിൽ നമുക്കതൊന്ന് കുറച്ചൊരു വേവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിർത്താം. അത് നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും. ഇത് ഉപ്പേരി ആക്കണമെങ്കിൽ നമ്മൾ നല്ല ഡ്രൈ ആവുന്നവരെ വെക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്. പറയുമ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്.